ഹായ് ഫ്രണ്ട്സ്, എസമോളെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയൊരു ഡിഷാണ് കേട്ടോ ഇത്. ഇതെന്താണ് സാധനം എന്ന് നിങ്ങളെന്നെ കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇന്ന് ആരും ഫ്രീ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു തട്ടിക്കൂട്ട് ഉണ്ടാക്കിയത്. ഇതിനായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള സേമിയോ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. മുറിച്ച സേമിയത്തിൻ്റെ പാക്കറ്റ് തന്നെ വാങ്ങാൻ കിട്ടും. ഞാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പായസത്തിന് എടുക്കുന്ന സേമിയൊക്കെ അല്ലേ, അത് കട്ട് ചെയ്തതാണ്. ഇനി പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പം ഈ സേമിയ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കടായി വെച്ചിട്ട് ഇതിലേക്ക് പാല് തിളപ്പിക്കാം. ചൂടാക്കിയ പാൽ ഒഴിച്ചാലും മതി കേട്ടോ. അപ്പം എൻ്റെ പാല് നല്ല തണുപ്പേനു, അപ്പം അതുകൊണ്ട് ഇതിൽ വെച്ചിട്ടാണ് ഞാൻ തിളപ്പിക്കുന്നതും. അങ്ങനെ തിളച്ച പാലിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര, ഈ പാലിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഉണ്ടേനല്ലോ, അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 7 മിനിറ്റോളം വേവിച്ചെടുക്കുക കേട്ടോ. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡ് പാലിൽ കലക്കാം. അപ്പം കുറച്ച് തണുത്ത പാലിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. എനിക്കിവിടെ കുറേ വേണം, കാരണം മോളെ ബർത്ത്ഡേ ആണല്ലോ, അപ്പം എനിക്ക് തറവാട്ടിലേക്കൊക്കെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു പാക്കറ്റ് മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ടല്ലാതെ അങ്ങനെ മിക്സ് ആക്കിയെടുക്കുക. കുറച്ച് നേരം അങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നല്ല മിക്സായി വന്നിട്ടുണ്ടാവും. അങ്ങനെ സേമിയ വന്നതിന് ശേഷം ഇത് നേരെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റാർഡ് മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ കൈ വെറുതെ വിടാനേ പാടില്ല. നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടോ, കാരണം പെട്ടെന്ന് കട്ട പിടിക്കുന്ന സാധനമാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ തിക്നെസ് നല്ലോണം കൂടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എപ്പോഴും അപ്പുറത്ത് ചൂടുവെള്ളം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്ത് തന്നെ ചൂടുവെള്ളം റെഡിയാക്കി വെക്കാം കേട്ടോ. കാരണം നമുക്ക് തിക്നെസ് കൂടണമെന്ന് തോന്നുകയാണെങ്കിൽ മെല്ലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇപ്പോൾ അത് ഏകദേശം ഈ തിക്നെസ്സിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ തണുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുക്കുമ്പോൾ തന്നെ സെറ്റായി കിട്ടും. ചൂടാറിയതിന് ശേഷം നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. പിന്നെ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തതാണ് കേട്ടോ. ഈത്തപ്പഴം, ആപ്പിൾ, മാങ്ങ, മുന്തിരി, അങ്ങനെ നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത് അതൊക്കെ എടുത്തോളി. പിന്നെ ഫ്രൂട്ടി, പിന്നെ നട്ട്സ്, മുന്തിരി, പിന്നെ നമ്മൾ കസ്കസ്, ഇതൊക്കെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഇതിലേക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഗ്ലാസ്സിൽ ലെയർ ആക്കിയിട്ട് കൊടുക്കുന്ന കേട്ടോ നന്നാവുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് എസാപ്പിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തറവാട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഇതിലേക്ക് എന്നിട്ട് മിക്സ് ചെയ്യണേ. അങ്ങനെ അതാ കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ എസമോക്ക് ഉണ്ടാക്കിയ ബർത്ത്ഡേ സ്പെഷ്യൽ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? പ്രത്യേകിച്ചൊരു പണിയില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.